Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ CMA ഇന്ററിൽ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ICMA ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്യുമ്പോൾ ചില കറക്ഷൻസ് അവിടെ നമ്മൾ വരുത്താനുണ്ട്. അപ്പോൾ നമ്മളുടെ നോട്ട്സും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു കറക്ഷൻസ് ഒക്കെ, അതായത് അമെൻമെൻറ്റ്സ് നമുക്ക് പറയാം, മെറ്റീരിയൽ അത് വന്നിട്ടൊന്നുമില്ല, അതൊക്കെ നമ്മൾ ചിലത് വെട്ടാനുണ്ട്. മെജോറിറ്റി നമ്മൾ കറക്ഷനേക്കാളും കൂടുതൽ ഒഴിവാക്കാനാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 1% കമ്പനിയാണ് 12.1.2.3 എന്നൊരു സംഭവമാണ് 1% കമ്പനിയിൽ. സർ 1% കമ്പനി ഡെഫിനേഷൻസ് എല്ലാം മാറിയിട്ടുണ്ടോ? ഡെഫിനേഷൻ ഒന്നും തന്നെ മാറിയിട്ടില്ല, ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമ്മുടെ നോട്ട്സ് നോക്കുക, നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് വിത്ത് നമ്മൾ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഏതാണ്, OPCs ടൈപ്പ് ഓഫ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകും. ഒരുപാട് ടാബുലർ ഫോമും പിന്നെ ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സംഭവം എല്ലാം മനസ്സിലാകും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഈ നോട്ട്സ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം, നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 2 subsection 62 OPCs ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനി, ഇത് ഫസ്റ്റ് ടൈം 2013 ഇൻട്രൊഡക്ഷൻ ചെയ്തു. ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ഈ 1% കമ്പനി എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനൊന്നും പോകുന്നില്ല, ചേഞ്ചസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ നോക്കാം, അതിനുശേഷം നമുക്ക് കറക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ OPC ഇൻകോർപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺസെപ്റ്റിൽ ഇവിടെ നോക്കുക. എലിജിബിലിറ്റിയിൽ റൂൾ 3 അതൊക്കെ സെയിം ആണ്. നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ആൻഡ് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഓർ അതർവൈസ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ റെസിഡൻ്റ് ആണോ നിർബന്ധമില്ല, അത് നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റെസിഡൻറ്റ് ഓർ അതർവൈസ്, ഓക്കെ, അതൊന്ന് കറക്ഷൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ റെസിഡൻറ്റ് എന്നൊരു വാക്ക് വന്നതുകൊണ്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസിഡൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ 180 ഡേയ്സ് ആണ്, അതല്ല, ഇറ്റ് ഈസ് 120 ഡേയ്സ്. നമ്മുടെ മെറ്റീരിയൽ ആൾറെഡി നമ്മൾ കറക്ഷൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 120 ഡേയ്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫൈനാൻഷ്യൽ ഇയർ. ആ ഒരു കോൺസെപ്റ്റ് എന്താണ് നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നോ വറീസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ഇതൊരു കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ റെസിഡൻ്റ് ആണെങ്കിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നും തന്നെ ഇല്ല. ബാക്കിയെല്ലാം നോൺ നാച്ചുറൽ പേഴ്സൺസ് അതെല്ലാം സെയിം ആണ്. ഇവിടെ ഒരു കറക്ഷൻ വരുത്തുക, 180 ഡേയ്സ് ആണ്. അതാണ് എന്താണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ ABC എന്ന് പറയുന്ന OPCയിലെ മെമ്പറാണ്, ഓക്കെ. അതേപോലെ തന്നെ XYZലെ എന്താണ് നോമിനിയാണ്. ഇപ്പോൾ XYZലെ മെമ്പർ മരിച്ചു പോയി കഴിയുമ്പോൾ നോമിനിയായി ഞാൻ ആരാകും? നോമിനിയായി ഞാൻ മെമ്പറാകും. നമ്മളുടെ 1% കമ്പനിയുടെ നിയമം എന്താ പറയുന്നത്? ഒരാൾക്ക് ഒരു സമയത്ത് ഒരു 1% കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യാനും മറ്റൊരു OPCയിലെ നോമിനി ആകാനേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ ABCയിലെ സ്വന്തമായിട്ട് തുടങ്ങിയതുകൊണ്ട് ഞാൻ മെമ്പറും, XYZലെ നോമിനി മെമ്പർ മരിച്ചത് മൂലം നോമിനേഷനിലൂടെ ഞാൻ ആരായി? മെമ്പറായി. ഇപ്പം ഞാൻ ഒരേ സമയത്ത് 2 OPCയിലെ ആരാണ്? മെമ്പറാണ്. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ, അപ്പം സാർ ഇങ്ങനെ ഒരു നോമിനേഷൻ കൂടെ ബാക്കിയില്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? PQRലേക്ക് പോകുന്നു, അവിടെ നോമിനി ആകുന്നു. ഇനി മെമ്പർ മരിച്ചു പോയി ഞാൻ അവനെ കൊന്നു കളയുന്നു, എന്നിട്ട് ഞാൻ ആരാകുന്നു? മെമ്പറാകുന്നു. അപ്പോൾ ഞാൻ ഒരു സമയത്ത് എന്തായി? ഒരു സമയത്ത് 3 OPCയിലെ മെമ്പറായി. ഇങ്ങനെ ഒരു 10,000-2000 OPC ഞാൻ ഉണ്ടാക്കി വെക്കും. ഇതൊന്ന് കർട്ടൈൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഏതെങ്കിലും സാഹചര്യത്താൽ ഒരു വ്യക്തി ഒരേ സമയത്ത് 2 OPCയിലെ മെമ്പറായാൽ 180 ദിവസം സമയം തരും. അതിനുള്ളിൽ നീ തീരുമാനിക്കണം, നിനക്ക് ABCയിലെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ XYZലെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നീ പറയുകയാണ് എനിക്ക് XYZലെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നിനക്ക് ഇവിടെ എന്താകാം? നിനക്ക് മെമ്പർ എന്ന് മാറ്റി നിനക്ക് ഇതിനെ നോമിനി ആക്കാം വിത്ത് ദ കൺസെൻറ്റ് ഓഫ്, നീ ഒരാളെ നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമല്ലോ. അപ്പം നീ എന്ത് ചെയ്യണം? ആക്ച്വലി മെമ്പറാണ്, നിനക്ക് നോമിനിയായിട്ട് കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ മെമ്പറായിട്ട് നീ പുതിയൊരാളെ അപ്പോയിൻറ്റ് ചെയ്തേ പറ്റും, ഓക്കെ. അത് ബിസിനസ് വിൽക്കുന്ന രീതിയിൽ വരും, ഓക്കെ, ബിസിനസ് വിൽക്കുന്ന രീതിയിൽ വരും. അപ്പോൾ എന്താണ്? 180 ഡേയ്സ് അല്ല, അത് 180 ഡേയ്സ് ആണ്. നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ആൾറെഡി എന്താണ് അത് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. കറക്ഷൻ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്, ഓക്കെ. എന്തായാലും തുടക്കത്തിൽ എന്താണ് ഒരേ പോലെ തുടങ്ങാൻ പറ്റില്ല, ആൾറെഡി തുടങ്ങിയതിൻ്റെ നോമിനേഷനിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാറേ 2 നോമിനി അതും പറ്റത്തില്ല, ഓക്കെ, ഓർത്ത് വെക്കുക. ആ ഒരു കോൺസെപ്റ്റ്, അതാണ് ഇവിടെ വ്യത്യാസം. അതിനുശേഷം ഇതെല്ലാം സെയിം ആണ്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല,
അത് ഇത്രയായ കൺവേർഷൻ ചെയ്യുന്നതൊരു കോൺസെപ്റ്റൊക്കെ. ഇതൊക്കെ നമ്മൾ ഇല്ലെന്ന് പറയുന്നത് എവിടെയാണ്? നമുക്ക് MCAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ ആക്റ്റും റൂൾസൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നൊരു സംഭവമുണ്ട്, കൺവേർഷൻ. ഇതിന് സംബന്ധമായിട്ട് നമുക്ക് അവിടെ ഇല്ലെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, കാരണം അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു സംഭവം ഇല്ല കേട്ടോ. മെറ്റീരിയൽ ആക്ച്വലി ഇസ് അമെൻഡഡ് പ്രൊവിഷൻ ആണ്. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. നോമിനി ഫോമും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ്. നോമിനി എപ്പോഴൊക്കെ ആകും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോമിനി എന്താണ്, ഏതൊക്കെ സമയത്താണ് നോമിനി ഫോം നമ്മൾ കൊടുക്കേണ്ടത്? പുതിയതായിട്ട് നോമിനി ആകുന്ന സമയത്ത്, അതേപോലെ നോമിനി വിഡ്രോ ചെയ്യുന്ന സമയത്ത്, ഇനി മെമ്പർ നോമിനിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത്, ഇനി മെമ്പറിനേക്കാൾ മുമ്പ് നോമിനി മരിച്ചു പോകുന്ന സമയത്ത്. ഈ 4 സിനാരിയോയിൽ എന്ത് വേണം? നമുക്ക് പുതിയ നോമിനി വേണം. അപ്പോൾ എപ്പോഴൊക്കെ നോമിനി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ INC 3 കൺസെൻറ്റ് മേടിക്കണം. INC 4 എന്ത് ചെയ്യണം? നമ്മൾ ROCക്ക് അയച്ചു കൊടുക്കണം. ഈ 3 കേസിലും വിത്തിൻ 30 ഡേയ്സ് ഓഫ് വിഡ്രോവൽ, വിത്തിൻ 30 ഡേയ്സ് ഓഫ് റിമൂവൽ, വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഡെത്ത് നമ്മൾ എന്താണ് അയച്ചു കൊടുക്കണം. ബാക്കിയെല്ലാം ഇൻകോർപ്പറേഷൻ സമയത്താണെങ്കിൽ മെമ്മോറണ്ടത്തിൻ്റെ കൂടെ അയച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് പുതിയ നോമിനി അപ്പോയിന്റ് ചെയ്യാൻ 15 ഡേയ്സ് ആണ്, നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനാണ് 30 ഡേയ്സ് എന്ന് പറയുന്നത്. ബാക്കി ചേഞ്ചസ് സെയിം തന്നെയാണ്, വ്യത്യാസം തന്നെ ഇല്ല. അതിനുശേഷം പെനാൽറ്റി സെയിം തന്നെയാണ്, വ്യത്യാസം തന്നെ ഇല്ല. പെനാൽറ്റി സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് 500 rupees per day. 500 rupees per day സെയിം ആണ്, വ്യത്യാസമില്ല. അതിനുശേഷം സെയിൽ സർട്ടിഫിക്കറ്റ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൈനിങ് അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബൈ എ ഡയറക്ടർ ആൻഡ് ദ കമ്പനി സെക്രട്ടറി ഓർ എനി അതർ പേഴ്സൺ ഓത്തറൈസ്ഡ് ബൈ ദ ബോർഡ്. സെയിം ആസ് കമ്പനി സെക്രട്ടറി, ഡയറക്ടർ മാത്രം മതി. കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ്. അതിനുശേഷം ഇതെല്ലാം സെയിം ആണ്, ഇതെല്ലാം ബോർഡാണെങ്കിൽ മിനിറ്റ്സ് എൻ്റർ ചെയ്താൽ മതി. AGM ആണെങ്കിൽ BGM ആണെങ്കിൽ മിനിറ്റ്സ് എൻ്റർ ചെയ്താൽ മതി. ആനുവൽ റിട്ടേണും സെയിം ആണ്. ആര് സെയിം ചെയ്താൽ മതി? കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ ഇതിനെ സബ്മിറ്റ് ചെയ്താൽ മതി. പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഒന്നും ആർക്ക് അപ്ലിക്കബിൾ അല്ല, 1110 അവർക്ക് അപ്ലിക്കബിൾ അല്ല. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ കൺവേർഷൻ ഉണ്ടല്ലോ, ഈ കൺവേർഷൻ അല്ല കേട്ടോ, ഈ കൺവേർഷൻ അല്ല. അതായത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോഴത്തെ കൺവേർഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ കൺവേർഷൻ എന്താണ്? ഈ നമ്മൾ പറഞ്ഞില്ല ആ ഒരു മാൻഡേറ്ററി ഇല്ല എന്നുള്ളത്, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ നോട്ട്സിൽ ആ സംഭവം ഉണ്ട്. കൺവേർഷൻ ഓഫ് 1% കമ്പനി ഇൻടു എ പബ്ലിക് കമ്പനി ഇൻടു എ പ്രൈവറ്റ് കമ്പനി. അതായത് നിങ്ങൾക്ക് സെക്ഷൻ 8 കമ്പനി അല്ലാതെയുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. അത്ര വർഷമാകണം അല്ലെങ്കിൽ ഇത്ര ഇത് വേണമെന്നൊന്നും സംഭവമൊന്നും തന്നെയില്ല. സെക്ഷൻ 8 കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടല്ല നമ്മൾ പറയുന്നത്. 1% കമ്പനിയിൽ നിന്നും പ്രൈവറ്റും അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ നോട്ട്സിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് 1% കമ്പനി ആൾട്ടർ ചെയ്യണം മെമ്മോറണ്ടമും ആർട്ടിക്കിൾസും. കാരണം നമ്മുടെ പേര് മാറും, പേര് നമ്മളുടെ മാറും, ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ക്ലോസിലും കാര്യങ്ങളൊക്കെ തന്നെ മാറും നമ്മളുടെ. ഇനി ആർട്ടിക്കിൾസ് നമ്മൾ മെയിനായിട്ട് ചേഞ്ച് വരുത്തേണ്ടത്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം 3 റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ. ഒന്ന് ട്രാൻസ്ഫർ, രണ്ടാമത് 2 to 200 ആൻഡ് ഇറ്റ് ഈസ് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെ ആഡ് ചെയ്യണം? നമ്മളത് ഈ പ്രൈവറ്റ് കമ്പനിയുടെ ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പർ എന്ത് ചെയ്യണം? ഇവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ നോമിനി ഒന്നും വേണ്ട നമ്മൾ പ്രൈവറ്റിലേക്ക് പോകുന്ന സമയത്ത്. രണ്ടാമത്തെ പോയിന്റ്, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്ര വേണം? 2 വേണം. മാക്സിമം നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കൺവേർഷൻ സമയത്ത് മിനിമം ക്രൈറ്റീരിയസ് ഫുൾഫിൽ ചെയ്താൽ മതിയോ. മിനിമം 2 വേണം. ഓക്കെ, കറക്റ്റാ. അപ്പോൾ നമ്മളിവിടെ സമയത്ത് OPC ടു പ്രൈവറ്റ് ആണെങ്കിൽ 2 മെമ്പർ വേണം. ഓക്കെ, പിന്നെ 2 ഡയറക്ടർ വേണം. അപ്പോൾ ഇവിടെ മെമ്പർ ഒന്ന് കൂട്ടണം, ഡയറക്ടർ ഒന്ന് കൂട്ടണം. കാരണം ഡയറക്ടറിന് അത്ര ക്രൈറ്റീരിയ വരില്ല, കാരണം 1% കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാ? 15 തന്നെയാണ്. ഓക്കെ, ഇനി OPC ഒരു പബ്ലിക് കമ്പനി ആണെങ്കിലോ ലിമിറ്റഡ് ആണെങ്കിലോ 7 മെമ്പേഴ്സ് വേണം. അത് 1 നിന്ന് നിങ്ങൾ 7 ഇൻക്രീസ് ചെയ്യണം. ഡയറക്ടേഴ്സും മിനിമം 3 മതി. അത് നമ്മുടെ 1% കമ്പനിയിൽ മാക്സിമം 15 ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ 4 ഡയറക്ടേഴ്സ് ആണെന്ന് വെച്ചോ, ഡയറക്ടേഴ്സ് തൊടണ്ട. കാരണം പ്രൈവറ്റും സെയിം ആണ്, പബ്ലിക്കിനും സെയിം ആണ്, കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓക്കെ ആണോ? യെസ്. The 1% company may be converted. You have the option to private or public other than a Section 8 company after increasing the minimum number of members and directors. ഈ പ്രൈവറ്റ് ആണെങ്കിൽ 2, 7,
to 3. Okay, as the case may be. And you have to maintain a minimum paid up share capital ആണ്. പക്ഷേ as per the act minimum paid up share capital ഒന്നും തന്നെ ഇല്ല. ഓക്കെ, റിയലി പറയുകയാണെങ്കിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഈ INC 6 എന്നൊരു ഫോം ഉണ്ടല്ലോ, അതിവിടെ സെയിം ആണ്. ഇവിടെ INC 6 എന്നൊരു ഫോം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പർപ്പസ് മാത്രം വേറെ രീതിയിൽ എന്താണ് വെച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ അതിന് അവിടെ നോക്കണ്ട, ഇവിടെ നോട്ട്സ് നോക്കിയാൽ മതി. ഈ കൺവേർഷൻ അത് പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എന്ത് ചെയ്താൽ മതി, INC 6 നിങ്ങൾ ആർക്ക് കൊടുക്കണം, രജിസ്ട്രാറിന്. രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ നിങ്ങൾ എന്താണ് ഫീസ് വെച്ചിട്ട് നിങ്ങൾ രജിസ്ട്രാറിന് അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോമാണ് INC 6 എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, എന്തൊക്കെ കൊടുക്കണം, നിങ്ങൾ ആൾട്ടർ ചെയ്ത AOA MOA ഉണ്ടല്ലോ അത്. നെക്സ്റ്റ് റെസല്യൂഷൻ. ഈ റെസല്യൂഷൻ എന്ന് പറയുന്നത് 1% കമ്പനിയിൽ മിനിറ്റ്സ് തന്നെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ കാരണം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് ബോർഡ് റെസല്യൂഷൻ ഉണ്ട്, മോർ ദാൻ 1 ഡയറക്ടർ ഉണ്ടെങ്കിൽ ബോർഡ് റെസല്യൂഷൻ, മെമ്പേഴ്സ് റെസല്യൂഷൻ ആണെങ്കിൽ മിനിറ്റ്സ് തന്നെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ആരാണ് പ്രപ്പോസ്ഡ് മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. കാരണം ഈ ഡയറക്ടേഴ്സിന് എന്ത് വേണം, ഡിന് വേണം, DSC വേണം, ഇങ്ങനത്തെ കുറേ ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രപ്പോസ്ഡ് മെമ്പേഴ്സ് ആരാണ്, അത് കമ്പനിയാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണോ. കാരണം 1% കമ്പനിയിൽ എപ്പോഴും മെമ്പർ ആരായിരിക്കണം, 1% കമ്പനിയിൽ എപ്പോഴും മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആർക്ക് അപ്ലിക്കബിൾ അല്ല, മെമ്പേഴ്സിന് നോമിനേഷൻ അപ്ലിക്കബിൾ അല്ല. ഇവിടെ ഒരു ഡയറക്ടർ മാത്രം പ്രസിഡന്റ് ആയാൽ മതി 182 days എന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, അത് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, ഇറ്റ്സ് ഡയറക്ടേഴ്സിന്റെ കൺസെന്റ് വേണം, അതായത് DIR 212 ഇതൊക്കെ നമ്മൾ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റും കൂടെ വേണം. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് OPC. ലേറ്റസ്റ്റ് ഓഡിറ്റ്, അത് നിങ്ങൾ മിഡ് ഓഫ് ദ ഇയർ കൺവേർഷൻ ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ കൺവേർഷൻ ചെയ്യുകയാണെങ്കിലും ലേറ്റസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താണ് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ ROC എന്ത് ചെയ്യും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പുതിയത് പേരൊന്നും മാറുന്നില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ABC OPC എന്നാണെങ്കിൽ നിങ്ങൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നേ ആകുള്ളൂ, പേര് മാറുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി ബെനിഫിറ്റ്സ് എല്ലാം സെയിം ആണ്, ഇതിനകത്തൊന്നും വ്യത്യാസം ആയിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ വ്യത്യാസം നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്മോൾ കമ്പനിയിലേക്ക് പോകണം. സ്മോൾ കമ്പനി താഴേക്കാന്ന് തോന്നുന്നു. സ്മോൾ കമ്പനിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ കമ്പനിയിൽ ഇവിടെ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. ഈ കഥകളെല്ലാം പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യമേ ഈ സ്മോൾ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ കമ്പനിയിൽ എഴുതുന്ന സമയത്ത് അത് മാത്രം എഴുതിയാൽ പോരാ, നമ്മളതിൻ്റെ കുറച്ച് റിലേറ്റഡ് പ്രൊവിഷൻസും എന്താണ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. ഒന്ന് ഞാൻ നോക്കട്ടെ ഈ സ്മോൾ കമ്പനി എവിടെയാണ്. ഓക്കെ, ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഓൺലി പ്രൈവറ്റ് കമ്പനിയുടെ താഴെ തന്നെയുണ്ട് സ്മോൾ കമ്പനി. ഓക്കെ, നമ്മൾ നോക്കി വളരെ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെഫിനേഷൻ സെക്ഷൻ ഏതാണ്, ഫസ്റ്റ് ടൈം കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡക്ഷൻ ചെയ്തത്. ഇതൊക്കെ MCQ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആ ഒരു കോൺസെപ്റ്റാണ്. അതിനുശേഷം വൈ ദീസ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് ഡെഫിനേഷൻ. നോക്കിക്കും, ഈ ഡെഫിനേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ മെറ്റീരിയൽ നോക്കിയാൽ ആക്ടിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ല, റൂൾസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് ഡെഫിനേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. ഇതാണ് ആക്ച്വലി ഡെഫിനേഷൻ. എന്താണ്, ഇറ്റ് മീൻസ് അതർ ദാൻ എ പബ്ലിക് കമ്പനി. അപ്പോൾ സ്മോൾ കമ്പനി ഈസ് ആൾവേസ് എ പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. 2013 ആക്ടിൻ്റെ സമയത്ത് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര വേണം, ഷുഡ് നോട്ട് എക്സീഡ് 50 lakh. സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ആർ മോർ ദാൻ 10 crore. ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എന്നാണ് അർത്ഥം അല്ലേ. ആക്ട് വന്നപ്പോൾ എത്രയായിരുന്നു, 50 lakh. അത് എവിടം വരെയും പോകാൻ അധികാരം കൊടുത്തിട്ടുണ്ട്, 10 കോടി വരെയും പോകാൻ ആർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്, റൂൾസിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൂൾസ് എത്രയാക്കി, 4 കോടി. അതാണ് നിങ്ങളുടെ മെറ്റീരിയലിൽ 2 കോടി എന്നുള്ളത്, ഇത് 4 കോടി. അപ്പോൾ ശരിക്കും ഇത് ആക്ട് അല്ല കേട്ടോ, അത് റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ദ ആക്ട് ആസ് വെൽ. രണ്ടാമത് ടേൺ ഓവർ ആസ് പെർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ്, അതെല്ലാം സെയിം ആണ് അവിടെ. ഇത് ഡെഫിനേഷൻ അവിടെ ഇല്ല. 2 crore ആണ് ആക്ട് വന്ന സമയത്ത്. ആൻഡ് എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസം തന്നെയില്ല. 2 crore ആണ്. അത് എവിടം വരെയും പോകാൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് പറഞ്ഞിട്ടുണ്ട്, 100 crore വരെ. അതിപ്പോൾ എത്രയാക്കിയിട്ടുണ്ട് റൂൾസ്, 40 കോടി. അത് നിങ്ങളുടെ മെറ്റീരിയൽ എത്രയാണ്, 20 കോടി. സോ ഇറ്റ് ഈസ് 40 crore. അപ്പോൾ നമ്മൾ സാറേ എന്താന്ന് വെച്ചാലേ നമ്മൾ ആൻസർ എഴുതുമ്പോൾ സ്മോൾ കമ്പനി ഡെഫിനേഷനിൽ യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ, റൈറ്റ് ദിസ് വൺ. കാരണം 2022 ചേഞ്ചസ് വന്നിട്ടുണ്ട്, 4 crore 40 crore. ഓക്കെ, ക്ലിയർ ആണോ?
ഇത് രണ്ടും നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം ഓരോരോ വർഷത്തിലായിരുന്നു ഇത് അമെൻമെൻറ്റ് വന്ന് 2021 മെൻഷൻ ചെയ്തിരിക്കുന്നു. ദ സെയ്ഡ് അമെൻമെൻറ്റ് ഈസ് എഫക്റ്റീവ് ഫ്രം 1st April. ദർ ഈസ് അനദർ അമെൻമെൻറ്റ് ദറ്റ് ഈസ് നോട്ട് നോട്ടിഫൈഡ് ഇൻ യുവർ മെറ്റീരിയൽ കൊടുത്തിട്ടില്ല, ഓർത്ത് വെക്കുക. പിന്നെ വിച്ച് കമ്പനീസ് കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എ അപ്ലിക്കബിൾ പബ്ലിക് കമ്പനി ഹോൾഡിംഗ് സബ്സിഡറി, അതൊന്നും അപ്ലിക്കബിൾ ആകില്ല. ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സാമ്പിൾ എക്സാമ്പിൾസ് ആണ്. പെയ്ഡ് അപ്പ് 50 lakh to 2 crore, പെയ്ഡ് അപ്പ് എസ് ടേൺ ഓവർ എ സ്മോൾ കമ്പനി, പെയ്ഡ് അപ്പ് 3.5 to 30 എസ് 4. അതായത് സാറേ ഇപ്പോൾ സാറേ 50 lakh ആണ് അപ്ലിക്കബിൾ ആവുന്നത് അല്ലെങ്കിൽ 4 crore ആണോ? 50 lakh ഈസ് ദ ആക്ട്. ഇന്ന് എപ്പോഴാണ്? ഇന്ന് എത്രയാണ്? ഇന്ന് 4 കോടിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ 60 lakh ആണെങ്കിൽ സാർ അത് ആണ്. കാരണം എന്താണ്? 50 lakh ഈസ് ആക്ട്. കാരണം നമ്മുടെ ആക്ട് മാത്രം എഴുതിയാൽ കംപ്ലീറ്റ് ആകില്ല. ആക്ടും റൂൾസും ഒരേപോലെ എഴുതണം നമ്മൾ, എന്നാലേ ഡെഫിനേഷൻസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ 4 കോടിക്കുള്ള സാറേ അപ്പോൾ കൺഫ്യൂഷൻ ആവും. സാറേ 50 ലക്ഷമാണ് 4 കോടി, ഇത്ര എഴുതിയോ? 4 കോടി അതിന് താഴെ വന്നാൽ അപ്പം സ്മോൾ കമ്പനി, 40 കോടി അതിന് താഴെ വന്നാൽ സ്മോൾ കമ്പനി. ഈ 2 ക്രൈറ്റീരിയൻ ഫുൾഫിൽ ചെയ്താൽ സ്മോൾ കമ്പനി തന്നെയാണ്. അപ്പോൾ 50 ലക്ഷം ഒരു ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ അപ്ലിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ക്വസ്റ്റൻ ആൻസർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പെയ്ഡപ്പ് 5 കോടി മുകളിലാണ്, ടേൺ ഓവർ താഴെയാണ്, സ്മോൾ കമ്പനിയാണോ? അല്ല. കാരണം എന്താണ്? 2 ക്രൈറ്റീരിയൻ ഫുൾഫിൽ ചെയ്യണം. പെയ്ഡപ്പ് 3 കോടി താഴെയാണ്, ടേൺ ഓവർ 42 crore ആണ്, മോർ ദാൻ 40 crore അല്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഒരു അമെൻമെൻറ്റോടെ നമ്മൾ ചെയ്യണേ. അത് നമ്മൾ സെക്ഷൻ 8 കമ്പനിയിലാണ് ചെയ്യുന്നത്. നമ്മളുടേത് ബി എത്രയാണ് നോക്കുക? B9, B10, B11. ഓക്കെ, B11 ആണ് നോക്കുന്നത്. നിങ്ങളിവിടെ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നൊരു കോൺസെപ്റ്റാണ് ഹെഡിങ്, ദിസ് വൺ. ഓക്കെ, സെക്ഷൻ 8 കമ്പനിയിൽ ഒരൊറ്റ കോൺസെപ്റ്റ് അമെൻഡ് ആയിട്ടുള്ളൂ. ഇവിടെ നോക്കുക, പെനാൾട്ടി എന്നൊരു കോൺസെപ്റ്റാണ്. പെനാൾട്ടിയിൽ I think it is last they have mentioned. We'll check 1 minute. Okay, revocation, winding up, amalgamation, penalty. Okay, ഇവിടെ പെനാൾട്ടിയിലെ 2 പെനാൾട്ടി നോക്കുക. ഇതാണ് ലേറ്റസ്റ്റ് പെനാൾട്ടി എന്ന് പറയുന്നത്. കാണിച്ചുതരാം പെനാൾട്ടി ഏതാണ്. ദിസ് വൺ, പെനാൾട്ടി ഒരു പണിഷ്മെന്റ്. അവിടെ ഒരു ഇംപ്രിസൺമെന്റ് ഇല്ലേ, അതില്ല. വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 lakh which may extend to 1 crore rupees. 1 crore rupees അത് സെയിം ആണ്, അതിനകത്ത് വ്യത്യാസമില്ല. ആൻഡ് ഇംപ്രിസൺമെന്റ് ഇല്ലേ, അതൊന്ന് വെട്ടിയാൽ മതി കേട്ടോ. ഇവിടെ ഇംപ്രിസൺമെന്റ് ഒന്നുമില്ല. 25,000 to 25 lakh, 25,000 to 25 lakh അത് സെയിം ആണ്. കാരണം ഇംപ്രിസൺമെന്റ് ഇപ്പം ഇല്ല, 3 years ആ ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. അതൊന്ന് വെട്ടിയാൽ. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള. ബാക്കിയല്ല ഇതെല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി വരുന്ന അമെൻമെന്റ്സും കാരണം കുറച്ചും കൂടെ കറക്ഷൻസ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനത്തെ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളിന്ന് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കമ്പനീസ് ആക്ടിൽ ഇത് അപ്ലിക്കേഷൻ ഫോർ ലൈസൻസിൽ നമ്മൾ 2 രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മെറ്റീരിയൽ അപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഭയങ്കര വലിയ രീതിയിലുള്ള ഓർഡർ ഫോർ കൺവേർഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ ലൈസൻസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനൊന്നും കൂടെ എന്താണ് നമ്മുടെ നോട്ട്സിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ലൈസൻസ് ഫോർ എക്സിസ്റ്റിംഗ് കമ്പനി, ലൈസൻസിങ് ഫോർ ന്യൂ കമ്പനീസ്, അതൊക്കെ ഹെഡിങ് ഓർഡർ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂൾ 19 റൂൾ 20 ആണ്. അപ്ലിക്കേഷൻ INC 12 എന്താണ് MOA ഫോർ INC 30 ഇവിടെ അത് മാത്രം കൊടുത്താൽ മതി. ഇത് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം, ഇത്രത്തെ അറ്റാച്ച് ചെയ്യണം. എക്സിസ്റ്റിംഗ് കമ്പനീസ് ആൾറെഡി എന്താണ് ന്യൂ കമ്പനിക്ക് MOA ഇല്ലല്ലോ, അതുകൊണ്ട് INC 30 പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം ഡോക്യുമെന്റ്സ് ടു ബി അറ്റാച്ച് അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈസൻസ് ROC നമുക്ക് വരുന്ന ലൈസൻസ് ആണ് INC 16, ഇവിടെ ROC നമുക്ക് വരുന്ന ലൈസൻസ് ആണ് INC 17 എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കിയിട്ടുണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്ലിക്കേഷന് കൂടെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് INC 13 എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സ് ടു ബി അറ്റാച്ച്ഡ്. അതിനുശേഷം ഇതിൻ്റെ കൂടെ ഡോക്യുമെന്റ്സ് ഏതൊക്കെ വേണമെന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, 7 നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡോക്യുമെന്റ്സ് ടു ബി അറ്റാച്ച്ഡ്. പോയിന്റ് നമ്പർ 1 2 3 4 ആണ്. ആക്ച്വലി 8 9 10 11 അല്ല, നമ്മളൊന്ന് കറക്ഷൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ദിസ് 1 2 3 4. ഓക്കെ, അതൊന്ന് വർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം എന്താണ് സെയിം ആണ്. ഇത്രയും കാര്യമുള്ള എക്സാമിഷൻസ് കാര്യങ്ങളൊക്കെ കൺവേർഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ നല്ല രീതിയിൽ അതിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഫോറിൻ കമ്പനി കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിൽ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റെക്കോർഡഡ് ക്ലാസ്സസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിത്ത് അപ്ഡേറ്റഡ് നോട്ട്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.